ഹായ് എല്ലാവർക്കും സോണീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ കള്ള് ഉപയോഗിച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പത്തിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇഡലി റൈസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ കള്ളപ്പം ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ സാധാ പച്ചരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡലി റൈസ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. 1 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഡലി റൈസ് ആയതുകൊണ്ട് തന്നെ 3-4 മണിക്കൂർ കൂടുതൽ നേരം വെള്ളത്തിൽ കുതിരാൻ വെക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മണിക്കൂർ കുതിർത്ത അരിയാണിത്. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ കൂടി എടുക്കുന്നുണ്ട്. പിന്നെ 3 ഏലക്ക ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഏലക്കായ വരെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ചിലർ ഇതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് ഇടുന്നവരും ഉണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അരിയും തേങ്ങയും അതുപോലെ തന്നെ ഏലക്കയും കൂടെ കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കരുത്. കുറച്ച് തരിയോടുകൂടി, ഒത്തിരി തരി ആവാനും പാടില്ല. അങ്ങനെ വേണം അരച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മാവ് ഓരോ ബാച്ചുകളായിട്ട് മുഴുവനായിട്ട് അരച്ചതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ബൗള് മാവ് നമുക്ക് എടുത്ത് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മാവ് കുറുക്കിയെടുക്കാനുള്ളതാണ്. മാവ് നല്ല ലൂസായിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഈ പരുവത്തിൽ നമുക്ക് മാവ് എടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ടയായി പോവും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ മാവ് കുറുക്കിയെടുക്കാനായിട്ട്. ഇനി കുറുക്കിയെടുത്തതിന് ശേഷം മാവ് നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു ബൗള് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. നല്ലോണം മധുരം വേണമെന്നുള്ളവർക്ക് ഒരു ബൗള് കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് കള്ളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി നമുക്കതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം മാവ് ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ നമുക്ക് വേണ്ടത്. നന്നായി കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ നന്നായി ലൂസാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 6 മണിക്കൂറാണ് കേട്ടോ ഞാനിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാനുള്ള പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി ഒന്ന് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കള്ളപ്പം ഒട്ടിപ്പിടിക്കില്ല. ഞാൻ ഈ ഒരു കയ്യിൽ കൊണ്ട് 2.5 തവിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മാവ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് പൊങ്ങി വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഓരോ തട്ടുകളിലായിട്ടാണ്, ഇത് അപ്പത്തിൻ്റെ തട്ടാണ്, ഇതിലിപ്പോൾ ഓരോ തട്ടുകളിലായിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലത്തെ തട്ടുകളില്ലെങ്കിൽ നമുക്ക് സാധാ പ്ലേറ്റിൽ വെച്ചിട്ടായാലും നമുക്ക് ഒരു കലത്തിൽ വെള്ളം വെച്ച് അതിൽ ഇറക്കി വെച്ചിട്ട് നമുക്കിതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഈ അപ്പം നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ അപ്പത്തട്ട് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം 20 മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് വേവായിട്ട് നമുക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോ പാത്രങ്ങളായിട്ട് ഞാനിങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മെല്ലെ തണുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ അത് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കുറുമയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഈ കള്ളപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളതല്ല തനിയെ കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക്